ഒരാണും പെണ്ണും ഇഷ്ടമുള്ളവർ തമ്മിൽ സെക്സ് ചെയ്താൽ അത് തെറ്റായി മാറുമോ? നമ്മുടെ രാജ്യത്ത് നിയമം പറയുന്നത് തെറ്റൊന്നുമല്ല, പ്രായപൂർത്തിയായിരിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ചൈനയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, പലരുടെയും ചങ്കിലെ ചൈന. ചൈനയിൽ ഡാലിയൻ പോളിടെക്നിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, അവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനി, 21 വയസ്സാണ്. അവൾ അവിടെ ചൈനയിൽ ഈ ഒരു ഗെയിമിങ്ങിന് വന്ന ഒരാൾ, ഉക്രൈൻകാരനാണ്, ടെസ്ലെൻകോ എന്നാണ് പേര്, 37 വയസ്സുണ്ട്. ഇയാളുമായിട്ട് പരിചയപ്പെട്ടു. ഒരു ദിവസം ഇവർ രാത്രി ഒന്നിച്ച് കഴിഞ്ഞുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട്, ടെസ്ലെൻകോയ്ക്ക്. അയാൾ ഈ പെൺകുട്ടി ലീ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ഞാൻ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ സൗഹൃദത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ചില ഫോട്ടോസ് ഇയാളുടെ ഫാൻ ഗ്രൂപ്പിലിട്ടു. ഇവരടുത്ത് നിൽക്കുന്നതും ചേർന്ന് നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോയൊക്കെ. അത് വലിയ പ്രശ്നമായി, അത് അവിടെ നിന്ന് ലീക്കായി. ചൈനയിലാണ് സംഭവം. ചൈന ഔദ്യോഗികമായി ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ പെൺകുട്ടിയും ലീ എന്ന് പറയുന്ന പെൺകുട്ടിയും ടെസ്ലെൻകോയും കൂടെ ഒരു രാത്രി ഒരുമിച്ച് താമസിച്ചു. അവർ രതിയിലേർപ്പെട്ടു. ചൈന കണ്ടുപിടിച്ചു. ചെയ്തതെന്നറിയോ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കുട്ടിയെ പുറത്താക്കി. ഇനി ഇവിടെ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. അതായത് വിദേശികളുമായി അരുതാത്ത ബന്ധം ഉണ്ടാക്കുന്നത് രാജ്യത്തിൻ്റെ അന്തസ്സിന് കോട്ടം വരുത്തും. ദേശീയ താല്പര്യത്തിനെതിരാണ്. ശ്രദ്ധിക്കണം, ദേശീയ താല്പര്യത്തിനെതിരാണ് എന്ന് ചൈന പ്രഖ്യാപിച്ചു. ഈ പെൺകുട്ടിയെ പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇവളുടെ ഫോട്ടോ, ഇവളുടെ പേര്, ഇയാളുടെ പേര് ഒക്കെ പരസ്യമായി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ 21 വയസ്സുള്ള പെൺകുട്ടി, കോളേജ് വിദ്യാർത്ഥിനി, മറ്റേയാൾ ഒരു ഗെയിമർ, അവിടെ ഒരു ഈവൻറ്റിന് പങ്കെടുക്കാൻ വന്നതാണ്. സെസ്സ എന്ന മറ്റാണ് എൻ്റെ പേര്. അവിടെ ഷാങ്ഹായി നടക്കുന്ന ഇവൻറ്റിൽ ഉക്രൈനിൽ നിന്ന് പങ്കെടുക്കാൻ വന്നതാണ്. പരിചയപ്പെട്ടു, സൗഹൃദത്തിലായി. അവരൊരു മുറിയിൽ ഒരു ദിവസം ഒരുമിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഇത് പ്രായപൂർത്തിയായെങ്കിൽ തെറ്റല്ല, അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവർ രാജ്യത്തിൻ്റെ, അവർ പറയുന്ന ഒരു വിദേശിയാണ്. അയാൾ ആരാണ്? അയാൾ ഗെയിമിന് വന്നതായിരിക്കാം, അവിടെ സെലിബ്രിറ്റി ആയിരിക്കാം. പക്ഷെ നീ അയാളുടെ കൂടെ പോയി ഒരു രാത്രി കഴിഞ്ഞു, നിങ്ങൾ രതിയിൽ ഏർപ്പെട്ടു എന്നത് മാത്രമല്ല, അതുവഴി നിന്റെ രാജ്യത്തെക്കുറിച്ച് എന്തെല്ലാം ഈ ടെസ്ലെൻകോയോട് പറഞ്ഞിരിക്കാം. അപ്പോൾ രാജ്യത്തെ രഹസ്യങ്ങൾ, രാജ്യത്തെ സംബന്ധിക്കുന്ന നിർണായകമായ എന്തെങ്കിലും പങ്കുവയ്ക്കലുകൾ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ രാജ്യ താല്പര്യത്തിന് എതിരാണെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യ താല്പര്യത്തിന് നിരക്കാത്ത കാര്യമാണ് വിദേശിയുമായി നിങ്ങൾ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചൈന പറയുന്നു. ഇനിയിപ്പോൾ ഇന്ത്യയിലാണെന്നിരിക്കട്ടെ, ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ മാലിക് എന്ന് പറയുന്ന ഒരു CRPF ജവാൻ, അവൻ ഒരു പാകിസ്ഥാനി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. വിസയിൽ ഇവിടെ കൊണ്ടുവന്നു. അവളുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും 2 മാസത്തോളം അവൾ ഇവിടെ തുടർന്നു. ഇന്ത്യയിൽ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടല്ല, ഇവർ പാകിസ്ഥാനിൽ നിന്ന് തന്നെ കിട്ടിയത്. അതും പോട്ടെ, വിസയിൽ കൊണ്ടുവന്നിട്ട് വിസ കാലാവധി തീർന്നിട്ട് ജമ്മു കാശ്മീരിൽ പഹൽഗാം ഓപ്പറേഷൻ സംഭവം നടന്ന തീവ്രവാദികൾക്കെതിരെയുള്ള ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ നടക്കുന്ന കാശ്മീരിലെ CRPF ജവാന്റെ ഭാര്യ പാകിസ്ഥാനി. വിസ കാലാവധി കഴിഞ്ഞു ഇവിടെ തുറന്നു. ഇത് റിപ്പോർട്ട് ചെയ്തില്ല. അവനെ അവസാനം എന്തുപറ്റി? പിരിച്ചുവിട്ടത് ശരിയായില്ല എന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞു. 5 ലക്ഷം മുസ്ലിമുകളാണ് പാകിസ്ഥാൻ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ വിസയിലാണ് ഇങ്ങോട്ട് വരുന്നത്, ടൂറിസ്റ്റ് വിസയിലൂടെ വരുന്നു. ഇന്ത്യ വേറെ കൊടുക്കുന്നില്ലല്ലോ, ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പൗരത്വം കിട്ടത്തില്ല. പക്ഷേ അവരിവിടെ വരുന്നു. ഇപ്പം നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ മുസ്ലിംസിന് ഇന്ത്യയിൽ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, സുന്ദരിമാരായ പെൺകുട്ടികൾ ഇഷ്ടം പോലെ മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ പാകിസ്ഥാനിൽ നിന്ന് തന്നെ കിട്ടുന്നത്? കാരണം സ്വപ്ന രാജ്യം പാകിസ്ഥാനാണ്. അവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരും. ഇവളുമാർ ഇവിടെ വരും. 5 ലക്ഷം പേരുണ്ട്. 5 ലക്ഷം പേര് അപ്പൻ പാകിസ്ഥാൻ മൈൻഡ് ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാനിയെ കിട്ടുന്നത്. ഭാര്യ പാകിസ്ഥാനിയാണ്. ഇവർക്കുണ്ടാവുന്ന സന്തതിയോ തനി പാകിസ്ഥാനിയായിട്ട് ഇവിടെ ജനിക്കുന്നതുകൊണ്ട് ഇവിടെ പൗരത്വം കിട്ടും. പൗരത്വം കിട്ടി ഇവിടുത്തെ പൗരന്മാരായിട്ട് വളരും. ഈ 5 ലക്ഷം പോട്ടെ, അതിൽ 5 പേരെ തിരിച്ചയക്കാൻ തീരുമാനിച്ചാലോ? ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇങ്ങനെ നിയമവിരുദ്ധമായി വിസ കാലാവധി കഴിഞ്ഞ് ഇവിടെ കഴിയുന്ന പാകിസ്ഥാൻ സ്ത്രീകളെ തിരിച്ചയക്കുന്നതിനെതിരെ കോടതി ഒരു സ്റ്റേ കൊടുത്തു. നമ്മുടെ കോടതി നോക്കണം. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമ്മളിവിടെ ബന്ധം വേണ്ട, ഒരു ഹോട്ടൽ മുറിയിൽ കഴിയുന്നതിനെതിരെ പറയണ്ട, അനധികൃതമായി
നീ കല്യാണം കഴിച്ചെന്ന വ്യാജേന ഇവിടെ കൊണ്ട് താമസിച്ചിരിക്കുന്നവരെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ കലാപമാകും. ചങ്കില ചൈന എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഡിവൈഎഫ്ഐക്കാരും വരെ സമരത്തിന് തുടങ്ങും. അപ്പോഴാണ് ചൈന പറയുന്നത് നമ്മുടെ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്, ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ നിരക്കുന്നതല്ല വിദേശികളുമായി അവിഹിത ബന്ധം ഉണ്ടാക്കുന്നത്, ലൈംഗിക പ്രവൃത്തി ചെയ്യുന്നത്. അത് അനുവദിക്കാൻ പാടില്ല, കാരണം അത് രാജ്യസുരക്ഷയെ ബാധിക്കും. ഇത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യാവകാശം അല്ലേ, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ലേ, ആരോട് ഇണ ചേരണമെന്നുള്ളത് എന്നൊക്കെ നമുക്ക് വേണം പറയാം. പിന്നെ മാത്രമല്ല അവളുടെ പേരും ചിത്രമൊക്കെ വെളിപ്പെടുത്തിയത് ശരിയായോ എന്നൊക്കെ ചോദിക്കാം. ശരി, അങ്ങനൊരു ഭാഗമുണ്ട്. പക്ഷേ ചൈന പറയുന്നത് ഇത് രാജ്യത്തിനെതിരാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇവളുടെ പേര് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു, ഇവളുടെ ചിത്രം പ്രസിദ്ധീകരിച്ചു, മറ്റുള്ളവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇനി ഇവൾക്കെതിരെ വേറെ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കാൻ പോവാണ്. അപ്പം ഇതൊരു മാതൃകയാണ്. ഈ മാതൃക സത്യത്തിൽ ചൈന പോലെയുള്ള രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി അല്ലേ? അതെ. അവർ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്നവർക്ക് വലിയ ഭീഷണിയൊക്കെ ഉണ്ട്, അവരങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ ആ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ചില കാര്യങ്ങളിൽ ചില ലിമിറ്റേഷൻസ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് വേണ്ട ഓരോ ഹോട്ടൽ മുറിയും നീ താമസിക്കണമെങ്കിൽ നീ ഒരു ചൈനക്കാരൻ്റെ കൂടെ പോ, നിനക്ക് ഉക്രൈൻകാരനെ കൊണ്ട് മാത്രമേ ഇത് പരിപാടി നടക്കുള്ളൂ എന്ന് പറയാൻ പറ്റൂ? ഇല്ലല്ലോ. ഉക്രൈൻ അല്ല, പാകിസ്ഥാനിൽ നിന്ന് മാത്രമേ എനിക്ക് കല്യാണം കഴിച്ചാലേ അത് ഭാര്യയാവത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ലൈംഗിക വൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെക്സിൽ ഏർപ്പെടണമെങ്കിൽ ചൈനക്കാരുമായിട്ടാവുക. എനിക്ക് തോന്നുന്നു ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ചൈന അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇത് വല്ലതും നടക്കുമോ എൻ്റെ സിനു? ഒരിക്കലും നടക്കില്ല. എന്തൊക്കെ പ്രശ്നങ്ങളും കലാപങ്ങളും ബഹളങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഒരു രാജ്യത്ത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളുമായിട്ട് ഒരു തരത്തിലും ബന്ധം പ്രാപിക്കേണ്ട അല്ലെ പുലർത്തേണ്ട എന്ന് പറയുന്ന ചൈനയുടെ നിലപാടിനെ ഒരു പരിധിവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം അവർ ആ ഒരു ചുവപ്പ് കോട്ടയ്ക്കുള്ളിലാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ പോലും അവരെല്ലാ കാര്യങ്ങളും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കല്ലേ മുൻതൂക്കം നൽകുന്നത്. നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ട് അവരുടെ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളും അവർ സെൻസർ ചെയ്തിട്ടേ പുറം രാജ്യം അറിയോ അല്ലെ പുറത്തെ മീഡിയ അറിയോ. അങ്ങനെ മതി. കാരണം അവർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലും പോയി യുദ്ധം ചെയ്ത് പൈസ കളയാനോ അനാവശ്യമായിട്ട് സ്വന്തം സമ്പത്ത് നശിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്ക് അർത്ഥമില്ല. പക്ഷെ അതൊരു മാതൃകയാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഞാൻ അഭിപ്രായക്കാരനാണ്. പക്ഷെ ഞാൻ പറയുന്നത് ചൈനയെ അമേരിക്കയും ഇന്ത്യയും കൂടെ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് ഗോവിന്ദനെ മറ്റാ പറഞ്ഞ അല്ല, കൊടിയേരിയാണ്. അതെ അതെ അതെ, കൊടിയേരിയ പറഞ്ഞു. അത് ചങ്കില് ചൈന ആയതുകൊണ്ടുകൂടി ചങ്കില് ചൈന ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൂടെ? ഇല്ല, അങ്ങനെ പറയത്തില്ല. കാരണം അന്നേരം പറയും അവിടെ ഏകാധിപത്യ ഭരണമാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചൈനയിലെ ഏകാധിപത്യം ഒന്നും പറയത്തൊന്നുമില്ല. ഇവരല്ലേ പറയുന്നത്, വേറെ കുറച്ച് ആൾക്കാർ പറയും. അപ്പോൾ സഖാക്കൾ എന്ത് പറയും? സഖാക്കൾക്ക് എന്ത് പറയണമെന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആയിപ്പോയി. ചൈന ഇങ്ങനെ ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലെ സ്ത്രീകൾ ഈ രാജ്യത്ത് വരുന്ന വിദേശികളുമായി ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നാലോ? ഇവിടെ ചോരപ്പുഴ ഒഴുകും, നഗരം കത്തും, തെരുവുകൾ എന്തും പറഞ്ഞ് കത്തിക്കും. എനിക്ക് തായ്പനോടെ കിടക്കണമെന്നും പറഞ്ഞോ? അതിന് കാരണം വേണ്ടല്ലോ. അതിനിപ്പോൾ ഒരു സമരം ഉണ്ടാക്കുന്നതിന് കാരണം വേണം. ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ അതിന് വിദ്യാർത്ഥി അനുകൂല സംഘടന. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ രാവിലെ ചർച്ച ചെയ്താണ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്കെതിരെ നടത്തുന്ന ഒരു സമരം സ്വിച്ച് ഇട്ട് പോലെ നിന്നുപോയത്. അപ്പോൾ ഗവർണറുടെ മുന്നിൽ SFI മുട്ടുമുടക്കി. സിമ്പിൾ അതൊന്നുമല്ല, സിനിമ തെറ്റിപ്പോയി. പിണറായി വിജയൻ തിരിച്ചു വന്നു, നിർത്തടാ സമരം എന്ന് പറഞ്ഞു. ഒറ്റ വാക്കും, മതി നിന്റെ കളി മതി, നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഇതിനപ്പുറം ഇല്ല. സ്വിച്ച് പിണറായിയുടെ കയ്യിലാണെന്നേ. സ്വിച്ച് ഇടേണ്ട ആള്, സ്വിച്ച് കയ്യിലുള്ള ആള് സ്വിച്ച് ഇട്ടു. കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് 6 ഏക്കറുമായിട്ട് അങ്ങനെ ഒരു യുദ്ധം, പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പ്രസ്താവന ഇറക്കാം. പക്ഷെ അല്ലാതെ 6 ഏക്കറുമായി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ചൊരു വർഷം മാത്രം ഇരിക്കെ 6 ഏക്കറുമായി ഒരു യുദ്ധത്തിന് പോകണ്ട. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഓർക്കുന്നില്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും പെട്ടെന്ന് സ്വർണ്ണ കേസും സ്വർണ്ണ വിവാദം, സ്വർണ്ണ കള്ളക്കടത്ത്, സ്വപ്ന സുരേഷൊക്കെ പൊങ്ങി വന്നു. അതെ അതെ. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതെല്ലാം വീണ്ടും കുടത്തിൽ നിന്ന് ഭൂതം വരുന്ന പോലെ പുറത്തേക്ക് വരികയും കുറേ അന്വേഷണങ്ങൾ വരികയും അറസ്റ്റ് ഉണ്ടാവുകയും ഈ വീണ വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ED കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കേരള പോലീസിന്റെ DGPയുടെ കയ്യിലുണ്ട്. അറസ്റ്റ് EDക്ക് വേണേൽ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ED അത് ആ പാപഭാരം ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് DGPക്ക് എഴുതി കൊടുത്തു. ഇത് പ്രൈമാ ഫേസി കേസുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് മേധാവി കത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരിപ്പുണ്ട്. ഇനി പറയും ആ കത്ത് നോക്കണ്ട, ED തന്നെ അങ്ങ് ചെയ്തേക്കാം എന്ന് ED തീരുമാനിച്ചാലോ? മൊത്തം കഴിഞ്ഞു പറയും. അപ്പം എന്ത് കാര്യത്തിന് വെറുതെ നന്നായിരിക്കുന്നിടത്ത് ചുണ്ണാമ്പ് തെക്കുന്ന എന്തിനാണ്? മതി, ആളുകളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സർക്കാരിനും നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെയും രാജേന്ദ്ര ആർലേക്കറുടെ
ഗുണ്ടായുസത്തിനെതിരെയൊക്കെയാന്ന് കാണിക്കാൻ വേണ്ടി ആവശ്യത്തിനാണ്. ഷോ മതി തിരിച്ച് ക്ലാസ്സിൽ ഗോ ടു യുവർ ക്ലാസ്സസ് എന്നും പിണറായി വന്ന് പറഞ്ഞു. സിമ്പിൾ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് സമരം 2 ദിവസം മുമ്പ് നിർത്താൻ പാടില്ലായിരുന്നു? ഇല്ല. പിണറായിക്കറിയാം, പിണറായി കേരളത്തിലെ ഏറ്റവും പ്രായോഗിക നിലപാടുകളുള്ള രാഷ്ട്രീയക്കാരനാണ്. ഇത് എന്തുകൊണ്ട് എന്ത് ഗുണമുണ്ടാവും, എന്ത് ദേഷ്യമുണ്ട്? കാരണം ഇവന്മാർ ബഹളം വെച്ചാലൊന്നും 6ലേക്ക് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ പോകുന്നില്ല. യൂണിവേഴ്സിറ്റികളുടെ ഭരണകാര്യത്തിൽ ചാൻസലർക്കാണ് അധികാരമെന്ന് കോടതി വിധികളുണ്ട്. അതുകൊണ്ട് ആ ചാൻസലർമാരെ നടത്തിക്കൊണ്ടിരിക്കും. ഇതിലൊക്കെ വെറുതെ എന്തിന് ഇരുമ്പെ കടിച്ച് പല്ല് കളയണം എന്നാലോചിക്കുന്നതാണ്. ഏതായാലും ചൈനയിലെ ഈ പെൺകുട്ടിയുടെ കഥ റിപ്പോർട്ട് ചെയ്ത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്നുള്ള പത്രമാണ്. പത്രത്തിൽ പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ വന്നു. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ പടങ്ങളൊക്കെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാമോ എന്നൊക്കെ ചോദ്യത്തിൻ്റെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാനിപ്പോഴും അതിൽ ഊന്നുന്നത് ചൈന പറയുന്ന വാദമാണ്, രാജ്യസുരക്ഷയാണ് പരമപ്രധാനം. ഒരു കിടക്കറയിൽ വെച്ച് എന്തെല്ലാം രഹസ്യങ്ങൾ പങ്കുവയ്ക്കാം? അത് വലിയ ചോദ്യമാണ് അല്ലേ? കാരണം ലോകത്ത് എല്ലായിടത്തും ചാര വനിതകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ചാരവൃത്തിക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽ പെടുത്തിയ പുരുഷന്മാരുടെയും കഥ കേട്ടിട്ടുണ്ട്. ഉക്രൈനിൽ വന്ന ഈ ആൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവളിൽ നിന്ന് ചോർത്തിയെടുത്തിരിക്കാം എന്ന് ചൈന സംശയിച്ചാൽ തെറ്റു പറയാനും കഴിയില്ല.